ഈവനിങ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സമാന്തര ശ്രേണി അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളെ 18ാമത്തെ പേജിൽ ചേഞ്ച് ഇൻ പൊസിഷൻ ആൻഡ് ടേംസ് അല്ലെങ്കിൽ സ്ഥാനമാറ്റവും പദമാറ്റവും ഈ ഒരു ഭാഗത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരു സമാന്തര ശ്രേണി ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതുകയാണ്. 19, 28, 37 എക്സെട്ര. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോവാണ് ഈ സമാന്തര ശ്രേണിയുടെ 10th ടേം കാണാൻ. എന്താ പറഞ്ഞത്? 10th ടേം ആണ് ചോദിച്ചിട്ടിരിക്കുന്നത്. അതായത് 10ാം പദം കാണുക. ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം എന്തറിയണം? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സമാന്തര ശ്രേണി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടുത്തെ പൊതുവ്യത്യാസം ഏതാ പറഞ്ഞേ? പൊതുവ്യത്യാസം കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണ്ടേ? 28 നിന്ന് 19 കുറച്ചാൽ മതി അല്ലേ? അതായത് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ മതി. അടുത്തടുത്തുള്ള ടേമിൻ്റെ ഡിഫറൻസ് നോക്കിയാൽ മതി. അപ്പം 28 - 19 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് കിട്ടും, 9 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്തെഴുതുന്നു? പൊതുവ്യത്യാസം കിട്ടി, നമുക്ക് 9 നമ്മളോട് ചോദിച്ചത് 10ാമത്തെ പദമാണ് അല്ലേ? നമ്മളിവിടെ എഴുതി നോക്കുമ്പോൾ 19 ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? രണ്ടാമത്തെ ടേമായി 28 കിട്ടും അല്ലേ? പിന്നെയും പൊതുവ്യത്യാസം കൂട്ടുമ്പോഴല്ലേ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തല്ലേ നമ്മൾ ഓരോ ടേംസും മുന്നോട്ട് എഴുതുക. അപ്പോൾ നമ്മൾ 28നോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 37 കിട്ടും. തേർഡ് ടേം കിട്ടും. ശരിയല്ലേ? നോക്ക്, 19നോട് 9 ആഡ് ചെയ്താൽ 28, 28നോട് പിന്നെയും 9 ആഡ് ചെയ്താൽ 37, അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും അല്ലേ? എന്നിട്ട് നമ്മളോട് ചോദിച്ചത് 10ാമത്തെ ടേം അല്ലേ? നിങ്ങൾ നോക്ക്, 1ാമത്തെ ടേമിനോട് എത്ര കൂട്ടിയാലാണ് 2ാമത്തെ ടേം കിട്ടുക? ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടുക അല്ലേ? ഇനിയോ 1ാമത്തെ ടേമിനോട് എത്ര കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് 3ാമത്തെ ടേം കിട്ടുക? 1നോട് 2 കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴല്ലേ 3ാമത്തെ ടേം കിട്ടുക. അപ്പം 4ാമത്തെ ടേം കിട്ടണമെങ്കിലോ 1ാമത്തെ ടേമിനോട് ഒരു കോമൺ ഡിഫറൻസ്, പിന്നെയും കോമൺ ഡിഫറൻസ്, പിന്നെയും കോമൺ ഡിഫറൻസ്. അതായത് ഫസ്റ്റ് ടേമിനോട് 4 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാലല്ലേ 5ാമത്തെ ടേം കിട്ടുക. ശരിയല്ലേ? അങ്ങനെയാണ് നിങ്ങൾ പറ. 10ാമത്തെ ടേം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രാമത്തെ ടേമാ? 10th ടേമാണ് അല്ലേ? 10th ടേം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടേമിനോട് എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടേണ്ടി വരും? അതെ, 9 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി അല്ലേ? 1നോട് 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം, 4 പ്രാവശ്യം, അങ്ങനെ 1ൽ നിന്ന് 9 തവണ ചാടിയല്ലേ നമ്മൾ 10ലെത്തുക. അപ്പം നമുക്ക് എന്തെഴുതാം? 10ാമത്തെ ടേം അല്ലേ? 10ാം പദം സമം ആദ്യ പദം പ്ലസ് എത്ര പൊതുവ്യത്യാസം വരും? 9 പൊതുവ്യത്യാസത്തിന് നമ്മൾ D എന്നല്ല എഴുതുക. അപ്പോൾ 9 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുക എന്ന് പറഞ്ഞാൽ 9D എന്ന് എഴുതിക്കൂടെ? 9 × D. കറക്റ്റ് അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. നിങ്ങൾ പറ, ഇതിൽ ഫസ്റ്റത്തെ ടേം എന്താണ് വരുന്നത്? 19 അല്ലേ? അപ്പോൾ ആദ്യ പദത്തിന് പകരം, ഫസ്റ്റ് ടേമിന് പകരം എനിക്ക് 19 എന്ന് എഴുതിക്കൂടെ? ഓക്കെ. പിന്നെ 9D എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ D ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. പൊതുവ്യത്യാസം 9. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നോക്കുക, 19 + 9 × 9 എത്രയാ? 81 എന്ന് വരും. ഇനി ഇത് തമ്മിൽ കൂട്ടുക. 9 1 കൂട്ടിയാൽ 10, 8 1 9 10 എന്ന് വരും അല്ലേ? അപ്പോൾ ടോട്ടൽ നമ്മുടെ ആൻസർ എത്ര വരും? 100 എന്ന് വരും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു സമാന്തര ശ്രേണി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ 1ാമത്തെ ടേമിൽ നിന്ന് എത്ര കൂട്ടിയാൽ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 25ാമത്തെ ടേമിൽ എത്തണമെങ്കിൽ 1ാമത്തെ ടേമിൽ നിന്ന് നമ്മൾ എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം ഇങ്ങനെ കൂട്ടി പോകണം? 1നോട് 24 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാലല്ലേ 25ാമത്തെ ടേമിലെത്തുക. അതിലാർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അതായത് 1 + 24 ചെയ്താൽ 25 എന്ന് കിട്ടും. ആ ഒരു കോൺസെപ്റ്റ് ആലോചിച്ചാൽ മതി. അപ്പോൾ 10ാമത്തെ ടേം കിട്ടണമെന്നുണ്ടെങ്കിൽ 1ാമത്തെ ടേമിനോട് നമ്മൾ എന്ത് കൂട്ടണം?
9 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേ കാര്യം തന്നെ 10ാമത്തെ ടേം കിട്ടണമെങ്കിൽ ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. 10ാമത്തെ ടേം കിട്ടണമെങ്കിൽ സെക്കൻഡ് ടേമിൽ നിന്ന് എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം പോകണം? ഇപ്പം നമ്മളുള്ളത് 2ാമത്തെ ടേമിലാണ്. 2ാമത്തെ ടേമിൽ നിന്ന് പിന്നെ 9 പ്രാവശ്യം പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. 2ാമത്തെ ടേമിൽ നിന്ന് 8 പ്രാവശ്യം പോയാൽ നമ്മൾ 10ാമത്തെ ടേമിൽ എത്തിയില്ലേ? അതായത് 2നോട് 8 കൂട്ടിയാൽ 10 എന്ന് കിട്ടും അല്ലേ? ആ രീതി ചിന്തിച്ചാൽ മതി. അപ്പോൾ സെക്കൻഡ് ടേം ആണ് അറിയാമെന്നുണ്ടെങ്കിൽ 10ാമത്തെ ടേം കാണാൻ എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി? 2നോട് 8 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ പോരെ? ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കറക്റ്റ് തന്നെയാണോ എന്ന്. ഇവിടെ 2ാമത്തെ ടേം എന്താ? സെക്കൻഡ് ടേം 2ാം പദം 28 അല്ലേ? അപ്പോൾ നമ്മൾ 28 പ്ലസ് 8 പ്രാവശ്യം പൊതുവ്യത്യാസം 9 കണ്ടുപിടിച്ചു അല്ലേ? 9 ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ 28 പ്ലസ് 9 × 8 72. നിങ്ങൾ നോക്ക്, എഗെയിൻ നമുക്ക് 100 തന്നെ കിട്ടിയില്ലേ? അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? നമ്മളോട് ഏത് ടേം ചോദിച്ചു കഴിഞ്ഞാലും ഇനി ഇവിടെ തന്നെ ഞാൻ ചോദിക്കട്ടെ, 10ാമത്തെ ടേം കാണാൻ നിങ്ങൾ പറഞ്ഞേ 6ാമത്തെ ടേമിനോട് എത്ര പൊതുവ്യത്യാസം കൂട്ടണം? 6ാമത്തെ ടേമിൽ നിന്ന് 4 പ്രാവശ്യം പോയാൽ 10-ലെത്തൂലേ? 6ൽ നിന്ന് തുടങ്ങി 7, 8, 9, 10 എത്ര പ്രാവശ്യം പോകണം? 6നോട് 4 കൂട്ടിയാൽ 10 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് പ്രകാരം നിങ്ങൾക്ക് ഏത് ടേം വേണമെങ്കിലും ചെയ്തൂടെ? ആ ഒരു കാര്യം ക്ലിയർ ആയോ എല്ലാവർക്കും? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. 2ാമത്തെ ചോദ്യം. ഇത് നമ്മൾ 1ാമത്തെ ചോദ്യമായിട്ട് അവിടെ നിൽക്കട്ടെ. ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്ത് ഇനി 2ാമത്തെ ഒരു ചോദ്യം നോക്കുക. അതായത് നിങ്ങൾക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 4th ടേം ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 4ാമത്തെ പദം 45 ആണ്. 4ാം പദം 45 ആൻഡ് 5ാം പദവും തന്നിട്ടുണ്ട്. 5th ടേം 5ാം പദം 56. ഇങ്ങനെയാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. ഇങ്ങനെ തന്നു. ഇനി നമ്മൾ ഇതേപോലെ തന്നിട്ട് കോമൺ ഡിഫറൻസ് ഒക്കെ കാണാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നിങ്ങളോട് ചോദിച്ചത് എന്താ അറിയോ? വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് ടേം കാണണം. അല്ലെങ്കിൽ എന്ത് കാണണം? ആദ്യ പദം. അതാണ് ചോദ്യം. ആദ്യ പദം കാണുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾ നോക്ക്, 4ാമത്തെ ടേമും 5ാമത്തെ ടേമും അടുത്തടുത്തുള്ള ടേം അല്ലേ? 4ാമത്തതും 5ാമത്തെ പൊസിഷൻ അല്ലേ? 4ാം സ്ഥാനവും 5ാം സ്ഥാനവും അടുത്തടുത്താണ്. അപ്പോൾ പൊതുവ്യത്യാസം കാണാൻ നമുക്ക് സിമ്പിളാണ് അല്ലേ? എന്ത് ചെയ്താൽ മതി? 5ാമത്തെ ടേമിൽ നിന്ന് പൊതുവ്യത്യാസം കാണാൻ 5ാം പദത്തിൽ നിന്ന് 4ാം പദം കുറച്ചാൽ പോരെ? 5th ടേം മൈനസ് 4th ടേം ചെയ്താൽ എന്ത് കിട്ടും? പൊതുവ്യത്യാസം കിട്ടും. അങ്ങനെയല്ലായിരുന്നോ നമ്മൾ ചെയ്യാറുള്ളത്? അടുത്തടുത്ത ടേംസിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കും അല്ലേ? ഇവിടെ 5ാം പദം എത്രയാ? 56. 4ാം പദം എത്രയാ? 45. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് കാണും. 56ൽ നിന്ന് 45 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 11 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? 11. അപ്പോൾ പൊതുവ്യത്യാസം കിട്ടി. ഇത് നമ്മൾ എപ്പോഴും പറയുന്ന പൊതുവ്യത്യാസത്തിൻ്റെ കോൺസെപ്റ്റാണ്. തൊട്ടടുത്തില്ലേ നമ്മളിങ്ങനെ എഴുതുമ്പോൾ 1, 2, 3, 4, 5 ഇത് രണ്ടും അറിയെങ്കിൽ ഈ 5ാമത്തതിൽ നിന്ന് 4ാമത്തത് കുറച്ചാൽ പോരെ? അങ്ങനെയാണ് നമുക്ക് പൊതുവ്യത്യാസം കിട്ടിയത്. നിങ്ങളോട് ചോദിച്ചത് ഏത് ടേമാ? ഫസ്റ്റ് ടേമാ ചോദിച്ചത്. ഏത് ടേം? ഫസ്റ്റ് ടേം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കയ്യിൽ 4ാമത്തെ ടേമുണ്ട് 5ാമത്തെ ടേമുണ്ട്. നിങ്ങളിങ്ങനെ വന്ന് ഇപ്പം നമ്മളുള്ളത് 1, 2, 3, 4, 5 വിചാരിക്കുക. നമ്മുടെ ഇപ്പോൾ ഉള്ളത് 5ാമത്തെ പൊസിഷനിലാന്ന് വിചാരിക്കുക. നമുക്ക് എത്തേണ്ടത് ഏത് പൊസിഷനിലാണ്? ഫസ്റ്റ് പൊസിഷനിൽ 1ാം പദത്തിൽ എത്തണം. 5ാം പദത്തിൽ നിന്ന് നമ്മൾ ബാക്കോട്ട് വന്നാലല്ലേ നമുക്ക് 1ാം പദം കിട്ടുള്ളൂ. അതായത് പൊതുവ്യത്യാസം കുറച്ച് കൊണ്ടുവരല്ലേ വേണ്ടത്. എത്ര പ്രാവശ്യം കുറയ്ക്കണം? 5ാമത്തെ പൊസിഷനിൽ നിന്ന് എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കുറച്ചാൽ 1ാമത്തെ പദത്തിലെത്തും? 5ൽ നിന്ന് 4 പ്രാവശ്യം നമ്മൾ പൊതുവ്യത്യാസത്തിനെ കുറച്ച് കൊണ്ടുവന്നാലല്ലേ ഫസ്റ്റ് പൊസിഷൻ, ഫസ്റ്റ് ടേം നമുക്ക് കിട്ടുക. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ 4ാമത്തെ ടേമിലാണ് നമ്മളിപ്പോൾ ഉള്ളതെന്ന് വിചാരിക്കുക. 4ൽ നിന്ന് ഫസ്റ്റ് ടേമിൽ എത്താൻ എത്ര പൊതുവ്യത്യാസം കുറയ്ക്കണം? 4ാമത്തെ ടേമിൽ നിന്ന് 3 പ്രാവശ്യം ബാക്കോട്ട് വന്നാലല്ലേ 1ാമത്തെ ടേമിൽ എത്തുള്ളൂ. അപ്പം നിങ്ങൾ ഏത് ടേം തന്നാലും ശരി അതിനനുസരിച്ച് നമുക്ക് എഴുതാൻ അറിയാലോ. അപ്പോൾ നമുക്കിവിടെ ഒന്ന് എഴുതി കൊടുക്കാം. ഫസ്റ്റ് ടേമാണ് നമ്മളോട് ചോദിച്ചത്.
ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഫസ്റ്റ് ടേം ഈക്വൽ ടു, എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. നമുക്ക് ഫിഫ്ത്ത് ടേം വെച്ച് എഴുതാം. അഞ്ചാമത്തെ പദത്തിൽ നിന്ന് എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ മാറ്റം മനസ്സിലായല്ലോ അല്ലേ? 5-ൽ നിന്ന് ബാക്കോട്ട് വന്നാലല്ലേ ഒന്നാമത്തെ പദത്തിലെത്തുക. അപ്പോൾ മുന്നോട്ട് നമ്മളോട് ഇപ്പോൾ അഞ്ചാമത്തത് തന്നു, 10ാമത്തതാ ചോദിച്ചാൽ നമ്മൾ മുന്നോട്ട് കൂട്ടി കൂട്ടി പോകണം. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? സബ്ട്രാക്റ്റ് ചെയ്യുക, കുറച്ച് കൊണ്ടുവരികയാണ് വേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ അഞ്ചാമത്തെ ടേമിൽ നിന്ന് 4 പ്രാവശ്യം പൊതുവ്യത്യാസം കുറച്ച് കഴിഞ്ഞാലേ എന്ത് കിട്ടുള്ളൂ? ഒന്നാമത്തെ ടേം കിട്ടുള്ളൂ. ആ ഒരു കോൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുക കേട്ടോ. അപ്പം 4 പ്രാവശ്യം പൊതുവ്യത്യാസം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 4D അല്ലേ? ഇവിടെ അഞ്ചാമത്തെ ടേം ആരാ? ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് 56 പൊതുവ്യത്യാസം അല്ലേ? 4D എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു D, 4D എന്ന് പറഞ്ഞാൽ 44 എന്ന് വരും അല്ലേ? 4 ഇൻറ്റു 11. 56-ൽ നിന്ന് 44 കുറച്ചാൽ എത്ര കിട്ടും? 12 എന്ന് കിട്ടിയില്ലേ? അപ്പം നിങ്ങൾ നോക്ക്, നമുക്ക് ഫസ്റ്റ് ടേം ഇവിടെ സിമ്പിളായിട്ട് കിട്ടിയില്ലേ? സംഭവം എളുപ്പമല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് വേണമെങ്കിൽ 4ാമത്തെ പദം വെച്ച് വേണമെങ്കിലും ചെയ്യാം. 4ാമത്തെ പദത്തിൽ നിന്ന് എത്ര പൊതുവ്യത്യാസം കുറച്ചാൽ മതി? 4-ൽ നിന്ന് 3 കുറച്ചാൽ നമുക്ക് ഒന്നാമത്തതിൽ എത്തൂലേ? അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. 5-ൽ നിന്ന് 4 കുറച്ചാൽ 1 അല്ലേ? അതേപോലെ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് 10ാമത്തെ ടേം കാണണം. ഫസ്റ്റ് ടേമിൽ നിന്ന് 9 പ്രാവശ്യം പൊതുവ്യത്യാസം കൂടി കൂടി പോയാലേ 10ലെത്തുള്ളൂ അല്ലേ? അപ്പം മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂട്ടുകയും ചെയ്യുക, നമുക്ക് ബാക്കോട്ടാ ചോദിച്ചാൽ സബ്ട്രാക്റ്റ് ചെയ്യുക, കുറയ്ക്കുകയും ചെയ്യുക. അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. സിമ്പിളാണല്ലോ. ഇനി നമുക്ക് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ തന്ന ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 1ാമത്തെ ചോദ്യമാണ് ഇത്. ഇവിടെ നോക്ക്, നമ്മൾ ചോദ്യം എന്താ? വാട്ട് ഈസ് ദ 25th ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 1, 11, 21, 31 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും അല്ലേ? നോക്കുക, 1, 11, 21 എന്ന സമാന്തര ശ്രേണിയുടെ 25ാമത്തെ പദം. അപ്പോൾ നമ്മളിങ്ങനെ എഴുതുക 1, 11, 21, 31 അങ്ങനെ നമുക്ക് 25ാമത്തത് വരെ എഴുതി കാണുക എന്ന് പറഞ്ഞാൽ 25ാമത്തത് നമുക്ക് കാണാൻ വലിയ പ്രശ്നമൊന്നുമില്ല, എളുപ്പത്തിൽ കാണാം അല്ലേ? എഴുതി പോയാൽ മതി. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു 120ാമത്തെ ചോദിച്ചാൽ നമ്മൾ 120 പ്രാവശ്യം കൂട്ടി കൂട്ടി എഴുതണ്ടേ? അത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? പരീക്ഷയ്ക്കൊക്കെ വന്നാൽ നമുക്ക് പരീക്ഷയുടെ മൊത്തം സമയം അത് കൂട്ടി എഴുതാനേ ഉണ്ടാവുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. നമ്മളോട് നമുക്ക് തന്നിട്ടുള്ള സമാന്തര ശ്രേണി ഇതാണല്ലോ, 1, 11 അല്ലേ? നമുക്ക് തന്ന അരിത്തമെറ്റിക് സീക്വൻസ് ഇതാണ്. നമുക്കറിയാം ആദ്യം നമ്മളെ ടാസ്ക് പൊതുവ്യത്യാസം കാണുക എന്നുള്ളതാണ്. പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് D ആണ് അല്ലേ? പൊതുവ്യത്യാസം കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇക്വേഷൻ ഒന്നും ഉപയോഗിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് അടുത്തടുത്ത ടേംസ് തന്നിട്ടുണ്ട്. അപ്പം 11-ൽ നിന്ന് എന്ത് കുറച്ചാൽ മതി അല്ലേ? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ പോരെ? 11 - 1 10 എന്ന് കിട്ടും. അപ്പോൾ പൊതുവ്യത്യാസം കിട്ടിയില്ലേ? ഇനി നമ്മളോട് ചോദിച്ചത് 25ാമത്തെ പദമാണ്. ഏതാ ചോദിച്ചത്? 25th ടേം. 25th ടേം കിട്ടണേ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് അല്ലേ? ഫസ്റ്റ് ടേം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഫസ്റ്റ് ടേമിനോട് എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാലാണ് നിങ്ങൾ 25ലെത്തുക? ഒന്നാമത്തെ പൊസിഷനിലാണ് നമ്മൾ ഉള്ളതെന്ന് വിചാരിക്കുക. 1-ൽ നിന്ന് 1 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ സെക്കൻഡിലെത്തും. പിന്നെയും പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ 3ലെത്തും. അങ്ങനെ നമ്മൾ വന്ന് നമുക്ക് എവിടെ എത്തണം? പോയി 25ാമത്തെ പൊസിഷനിൽ എത്തണ്ടേ? അപ്പോൾ നിങ്ങൾ നോക്ക്, 1 പ്രാവശ്യം പൊതുവ്യത്യാസം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം, അങ്ങനെ 1-ൽ നിന്ന് 24 പ്രാവശ്യം പൊതുവ്യത്യാസങ്ങൾ കൂട്ടിയാലല്ലേ നമ്മൾ 25ൽ എത്തുള്ളൂ. 1ഉം 24ഉം കൂട്ടിയാൽ 25. കോൺസെപ്റ്റ് റെഡിയാണല്ലോ. അപ്പോൾ ഫസ്റ്റ് ടേമിൽ നിന്ന് 24 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടി നമ്മൾ എവിടെ എത്തണം? 25ാമത്തെ ടേമിലെത്തണം. അപ്പം നമ്മളെങ്ങനെയാണ് ഉത്തരം എഴുതുക? ഫസ്റ്റ് ടേം പ്ലസ് 24D. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേം ആരാ ചോദ്യത്തിൽ? 1 തന്നെയാണ് അല്ലേ? ഒന്നാമത്തെ ആൾ 1 പ്ലസ് 24D എന്ന് പറഞ്ഞാൽ 24 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടുന്നു. ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാ? പൊതുവ്യത്യാസം 10 അല്ലേ? അപ്പോൾ ഇതല്ലേ ചെയ്യേണ്ടത്? 1 + 24 × 10 എത്ര വരും? 240 വരും അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 241 വരും. സിമ്പിളായിട്ട് കിട്ടിയല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഒന്നാമത്തെ ടേമിൽ നിന്ന് 25ാമത്തെ ടേമിലെത്തണേ
24 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. 24 പൊതു വ്യത്യാസങ്ങൾ കൂട്ടി 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 പോയാലേ നമ്മൾ 25-ലെത്തുള്ളൂ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഐഡിയ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചോദ്യം ചെയ്തു. ഇനി നിങ്ങളിവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ, നോക്ക്. എന്താ ചോദ്യം? ദ 10th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. നമുക്ക് തന്നത് എഴുതി വെക്കുക. ഒരു സമാന്തര ശ്രേണിയുടെ 10ാം പദം അല്ലേ, 10th ടേം തന്നിട്ടുണ്ട്. എത്രയാ? 46 ആണ്. അപ്പോൾ ഞാൻ 46 എന്ന് എഴുതി. ആൻഡ് ഇറ്റ്സ് 11th ടേം, 11ാമത്തെ ടേമും തന്നിട്ടുണ്ട്. 11ാം പദം തന്നിട്ടുണ്ട് അല്ലേ. ഇതിനെങ്ങനെയാണ് നമ്മൾ എഴുതുക? 10ാം പദം. 11ാമത്തെ പദം എത്രയാണ് തന്നത്? 51. 51 അല്ലേ 11ാം പദം. ഓക്കെ, ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാട്ടോ. ഒന്നാമത്തെ പദമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ടേം കാണുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. നമുക്ക് ഏത് ചോദ്യം കിട്ടിക്കഴിഞ്ഞാലും ഞാൻ പറയാറുണ്ട്, ആദ്യം പൊതുവ്യത്യാസം ഡി കണ്ടുപിടിക്കണം അല്ലേ, കോമൺ ഡിഫറൻസ്. ഡി കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? പൊസിഷൻ ഡിഫറൻസ് ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലേ, പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. അങ്ങനെ ചെയ്യായിരുന്നു. പക്ഷെ നിങ്ങൾ നോക്ക്, നമ്മളെ ഭാഗ്യത്തിന് അവർ തൊട്ടടുത്തടുത്ത് വരുന്ന ടേംസ് അല്ലേ തന്നത്. 10ാമത്തെ ആളും 11ാമത്തെ പൊസിഷനും 10th പൊസിഷനും 11th പൊസിഷനും എന്ന് പറയുന്നത് അടുത്തടുത്ത നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഇവിടുന്ന് പൊതുവ്യത്യാസം കാണാൻ നമ്മൾ ഇക്വേഷൻ വല്ലതും ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. ഈ 11ാമത്തെ ടേമിൽ നിന്ന് 10ാമത്തെ ടേം കുറച്ചാൽ പോരെ, അപ്പോൾ പൊതുവ്യത്യാസം കിട്ടിയില്ലേ? ആ കോൺസെപ്റ്റ് എല്ലാവർക്കും അറിയാലോ. തൊട്ടടുത്ത ടേംസ് ആണെങ്കിൽ 11th ടേമിൽ നിന്ന് 11ാം പദത്തിൽ നിന്ന് 10th ടേം കുറച്ചാൽ മതി അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെ. 11ാമത്തെ ടേം ഇവിടെ ആരാന്നാ പറഞ്ഞത്? 51. 10ാമത്തെ ടേം 46 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? 51-ൽ നിന്ന് 46 കുറച്ച് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. അപ്പോൾ പൊതുവ്യത്യാസം എത്ര കിട്ടി? 5 കിട്ടി. ഇനി നമ്മളെ ചോദ്യം ഫസ്റ്റ് ടേം കാണുക എന്നുള്ളതല്ലേ. ഞാൻ ചോദിക്കട്ടെ, നമ്മളിവിടെ പൊതുവ്യത്യാസം കൂട്ടി കൂട്ടി പോവാണോ കുറച്ച് കുറച്ച് വരികയാണോ വേണ്ടത്? നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കയ്യിൽ 10ാമത്തെ ടേമുണ്ട് 11ാമത്തെ ടേമുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിച്ച് ചെയ്യാം. നമ്മൾ 1, 2, 3, 4 ഒക്കെ കഴിഞ്ഞിട്ടല്ലേ 10ാമത്തെ പൊസിഷനിൽ പോയി നിൽക്കുന്നത്. ചിന്തിച്ചേ, 1ാമത്തെ ടേം 2ാമത്തെ ടേം 3 അങ്ങനെ പോയി 10ാമത്തെ പൊസിഷനിൽ എത്തിയില്ലേ. ഈ 10ാമത്തെ പൊസിഷനാണ് 46 എന്ന് പറയുന്നത്. 10ാമത്തെ ടേമാണ്. നമ്മളോട് ചോദിച്ചത് ഫസ്റ്റ് ടേം അല്ലേ. അപ്പോൾ 10ാമത്തെ ടേമിൽ നിന്ന് നമ്മൾ പുറകോട്ട് വന്നാലല്ലേ ഫസ്റ്റിലെത്തുള്ളൂ. അതായത് പൊതുവ്യത്യാസം കുറച്ച് കൊണ്ടുവരല്ലേ വേണ്ടത്. 10ാമത്തെ ടേമിൽ നിന്ന് ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കുറച്ചാൽ നമ്മൾ 9ാമത്തെ ടേമിലെത്തും. പിന്നെയും പൊതുവ്യത്യാസം കുറച്ചാൽ 8ാമത്തെ ടേമിലെത്തും അല്ലേ, 8ാം പദത്തിലെത്തും. അങ്ങനെ പൊതുവ്യത്യാസം കുറച്ച് 10ാമത്തെ പൊസിഷനിൽ നിന്ന് 1ാമത്തെ പൊസിഷനിൽ എത്തണമെങ്കിൽ എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കുറയ്ക്കണം? 9 പ്രാവശ്യം പൊതുവ്യത്യാസം കുറയ്ക്കണം. 10ൽ നിന്ന് എത്ര 9 കുറച്ചാലല്ലേ 1 കിട്ടുക. അത് മനസ്സിലാക്കിയാൽ മതി. അപ്പം 10ാമത്തെ ടേമിൽ നിന്ന് 9 പ്രാവശ്യം പൊതുവ്യത്യാസം കുറച്ച് നമ്മൾ 1ാമത്തെ ടേമിലെത്തണം. അപ്പോൾ ഫസ്റ്റ് ടേം കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കയ്യിൽ ആരാ ഉള്ളത്? 10ാമത്തെ ടേം ഉണ്ട് അല്ലേ. നമുക്ക് തന്ന ടേം വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 10th ടേം മൈനസ് 10ാമത്തെ ടേമിൽ നിന്ന് എത്ര പ്രാവശ്യം വെറും പൊതുവ്യത്യാസം കുറച്ചാൽ മതിയോ? ഒരു പൊതുവ്യത്യാസം കുറച്ചാൽ എവിടെ എത്തുള്ളൂ? 9ാമത്തെ ടേമിൽ എത്തുള്ളൂ. എത്ര പൊതുവ്യത്യാസങ്ങൾ കുറയ്ക്കണം? കുറച്ച് നമ്മൾ 9 പ്രാവശ്യം പൊതുവ്യത്യാസം കുറയ്ക്കണം. കറക്റ്റ് അല്ലേ? അപ്പോൾ 9D എന്ന് എഴുതാം അല്ലേ. 10ാമത്തെ ടേം ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 46. 9D എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു D ആണ്. D എന്ന് പറയുന്നത് പൊതുവ്യത്യാസം 5 ആണ്, കോമൺ ഡിഫറൻസ്. അപ്പോൾ 46 ഇൻറ്റു 9 5 45 ശരിയല്ലേ. 46-ൽ നിന്ന് 1 കുറച്ച് 45 കുറയ്ക്കുന്നതാണ്, മൈനസ് ചെയ്യണേ. ഞാനറിയാതെ അവിടെ ഇൻറ്റു എഴുതിപ്പോയി അല്ലേ. ഓക്കെ, 46-ൽ നിന്ന് 45 സബ്ട്രാക്ട് ചെയ്താൽ എത്ര വരും? 1 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് സിമ്പിളായിട്ട് ഈ കോൺസെപ്റ്റ് ചെയ്തൂടെ? ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഏത് ടേം കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് മുന്നോട്ടും ബാക്കോട്ടും ഒക്കെ പോകാനുള്ള ഐഡിയ കിട്ടിയല്ലോ. അപ്പം
20ാമത്തെ പൊസിഷനിൽ നിന്ന് 2ാമത്തെ പൊസിഷനിലേക്ക് നമുക്ക് പോകണമെന്ന് വിചാരിക്കുക. അപ്പോൾ 20ൽ നിന്ന് ബാക്കോട്ട് വന്നാലല്ലേ 2ലെത്തുള്ളൂ. അപ്പോൾ 20ാമത്തെ ടേമിൽ നിന്ന് നമ്മൾ കുറച്ച് കൊണ്ടുവരണം. 20ാമത്തെ ടേമിൽ നിന്ന് ഞാനൊരു എക്സാമ്പിൾ ചോദിക്കുകയാണ്. 2ലെത്തണമെങ്കിൽ എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കുറയ്ക്കണം? 20ൽ നിന്ന്. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് 20ൽ നിന്ന് 2 കുറച്ച് നോക്കുക. അപ്പോൾ എത്ര കിട്ടും? 18 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 20ാമത്തെ പൊസിഷനിൽ 2ാമത്തെ പൊസിഷനിൽ എത്തണമെങ്കിൽ 20ൽ നിന്ന് 18 പ്രാവശ്യം പൊതുവ്യത്യാസം കുറച്ച് വന്നാൽ 20ൽ നിന്ന് നമ്മൾ എവിടെ എത്തുള്ളൂ? 2ാമത്തെ പൊസിഷനിൽ എത്തുള്ളൂ. 18 പ്രാവശ്യം നമ്മൾ കുറയ്ക്കണം. 18 പൊതുവ്യത്യാസങ്ങൾ കുറയ്ക്കണം. അപ്പോൾ ഏത് നമ്പറിൽ നിന്ന് എങ്ങോട്ടും മുന്നോട്ടും ബാക്കോട്ടും ഒക്കെ പോകാനുള്ള ഐഡിയ ഇപ്പോൾ കിട്ടിയല്ലോ. ക്ലിയർ ആണല്ലോ? ചോദ്യം കഴിഞ്ഞിട്ടില്ല അല്ലേ? ചോദ്യത്തിൽ ഫസ്റ്റ് ടേം മാത്രമേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. അടുത്ത സബ് ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ്. ആദ്യത്തെ 5 പദങ്ങൾ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഫസ്റ്റ് 5 ടേംസ് എഴുതിക്കൂടെ? ഇവിടെ തന്നെ പറഞ്ഞോ. ഫസ്റ്റ് ടേം 1 ആണ്. നമ്മൾ എന്താ എഴുതാൻ പോകുന്നത്? ഫസ്റ്റ് 5 ടേംസ്, ആദ്യത്തെ 5 പദങ്ങൾ. 5 പദങ്ങളാണ് എഴുതുന്നത്. പറഞ്ഞേ. 1ാമത്തെ പദം നമ്മൾ കണ്ടുപിടിച്ചു, 1 ആണ്. പൊതുവ്യത്യാസം എത്രയാ? 5 ആണ്. കോമൺ ഡിഫറൻസ് 5 അല്ലേ? അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കൂട്ടി എഴുതിയാൽ പോരെ? 1 അല്ലേ? 1നോട് 5 കൂട്ടിയാൽ 6. പിന്നെ പൊതുവ്യത്യാസം കൂട്ടുന്നു. 6നോട് പിന്നെ 5 കൂട്ടുന്നു. അങ്ങനെയല്ലേ നമ്മൾ സമാന്തര ശ്രേണി എഴുതുക, അരിത്തമെറ്റിക് സീക്വൻസ് എഴുതുക. അപ്പോൾ 1നോട് 5 കൂട്ടി 6, 6നോട് 5 കൂട്ടി 11, 11നോട് 5 കൂട്ടി 16, 16നോട് 5 കൂട്ടി 21. ആദ്യത്തെ 5 ടേംസ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ അത് മാത്രം എഴുതിയാൽ മതി. 1 2 3 4 5 എണ്ണം കണ്ടുപിടിച്ചല്ലോ. സിമ്പിളായിട്ട് കിട്ടിയില്ല? ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ? ഇത് 2ാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ്. 2 ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി നമുക്ക് 2 ക്വസ്റ്റ്യൻസ് കൂടി ഈ ഭാഗത്ത് ബാക്കിയുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതിനനുസരിച്ച് ഇമ്പോർട്ടൻസിൽ തന്നെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.